നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 106-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു സുഖമോ ദേവി, പ്രമദവനം, എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകൾ. ഓരോ പാട്ടുകൾക്കും നമ്മുടെ മനസ്സിനെ ഉന്മത്തമാക്കാൻ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ജീവിതത്തിൻ്റെ താളങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത എത്രയോ പാട്ടുകൾ കാലാതീതമായി മനസ്സിനെ മഥിക്കുന്ന പാട്ടുകൾ. 2 തവണ സംസ്ഥാന അവാർഡ് നേടിയ സംഗീത സംവിധായകൻ എന്ന നിലയിൽ വളരെയധികം ഉന്നതിയിലെത്തിയ ഒരു വലിയ കലാകാരൻ. ആരോടും ഞാൻ ഇന്നതാവും എന്ന് പറയാൻ കഴിയില്ലല്ലോ. ചൂള എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായുള്ള അരങ്ങേറ്റം. അദ്ദേഹം സംഗീത സംവിധായകൻ ആകുന്നതിന് മുമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തമ്പാനൂരിലെ ജവഹർ ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. സുന്ദരം വിള എന്നുള്ള ആ ഒരു വലിയ സ്ഥലത്ത് ഇന്ന് നിറയെ ബിൽഡിങ്ങുകളാണ്. അതിനകം എല്ലാ കൊല്ലവും ജവഹർ ആർട്സ് ക്ലബ്ബ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു നാടകമേള നടത്തും. ഓല കൊണ്ട് മറച്ച, ഇന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് ഒരു സ്റ്റേജ് കെട്ടി അവിടെ ഒരു നാടകം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നും പോയും ഇരിക്കും. അന്ന് എനിക്ക് നാടകത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ കലയെക്കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷേ നാടകം കാണാനും ആസ്വദിക്കാനും ആ ഒരു സുദിനത്തെ കുറിച്ച് ഓർക്കാനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥയായിരുന്നു അന്ന്. ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ നിന്നും വരിക, പഠിക്കുക, നാടകങ്ങളൊക്കെ കാണുക എന്നതായിരുന്നു. ഇന്ന് കുറച്ച് ദിവസമായി ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ വിജയകുമാറിനെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, വിജയ, ഓർമ്മയുണ്ടോ ആ സ്ഥലത്തിൻ്റെ പേരും അന്നത്തെ ജവഹർ ആർട്സ് ക്ലബ്ബിലെ താരങ്ങളെയും? അതിൽ ചന്ദ്രൻ ചേട്ടൻ, ഒരുപാട് പേർ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ ഒരു കാലം ഓർത്തെടുക്കാൻ കാര്യം 2-3 തവണ ഒരിക്കലാണ് നാടകം കളിക്കുന്നത്. ഇന്ന് അതിൽ ആ ക്ലബിലുണ്ടായിരുന്നവരിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയില്ല. കാലം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു. കുളത്തപ്പുഴ രവി എന്നുള്ള രവിയേട്ടൻ ഞാനിവിടെ ഓർക്കാൻ കാരണം, അന്ന് നാടകം തുടങ്ങുന്നതിന് മുമ്പൊരു അവതരണ ഗാനമുണ്ട്. തബലയും മൃദംഗവും അതും എല്ലാം വെച്ച് സ്റ്റേജിൽ സെറ്റപ്പ് ചെയ്ത് പാട്ടുപാടി അവതരിപ്പിക്കുക. അതിനുശേഷമാണ് നാടകം തുടങ്ങുക. എത്രയോ ദിവസത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ആ റിഹേഴ്സൽ കാലഘട്ടമൊക്കെ ഞങ്ങളെപ്പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും പ്രശസ്തനായ സംഗീത സംവിധായകൻ അന്ന് രവീന്ദ്രൻ മാസ്റ്റർ എന്നുള്ള പേരിലല്ല അറിയപ്പെടുന്നതും കുളത്തപ്പുഴ രവി എന്നുള്ള പേരിലാണ് അറിയുന്നതും. ഒത്ത തടിയും പൊക്കവുമുള്ള ഒരു വലിയ മനുഷ്യൻ. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പയ്യന്മാർ സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടി ഓല കെട്ടി മറച്ചതാണല്ലോ. കയറി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തബലയിലൊക്കെ ഒന്ന് കൊട്ടി മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്
ചായച്ച് അങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് 1943 നവംബർ 9 കുളത്തപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്റർ കൊല്ലം കുളത്തപ്പുഴയിലാണ് ജനനം. സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ നിന്നും ബിരുദം നേടി. വെള്ളിയാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി ആദ്യമായി പിന്നണി ഗായകനായി. 1979 ചൂള എന്ന ചിത്രത്തിനു വേണ്ടി സത്യൻ അന്തിക്കാട് രചിച്ച താരകെ മിഴിതളിൽ എന്നതിന് സംഗീതം നൽകി. മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലായി 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതം നൽകി. 1991 ഭരതം, 2002 നന്ദനം എന്നീ ചിത്രങ്ങളിലൂടെ സംസ്ഥാന പുരസ്കാരം, മികച്ച സംഗീതജ്ഞനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. 2005 മാർച്ച് 3 ചെന്നൈയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ കാണുന്ന അവസരത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാലാതീതമായി ഈ പയ്യന്മാരെ കൊണ്ട് വലിയ ശല്യമാണല്ലോ ചന്ദ്രേട്ട. അല്ല, ചന്ദ്ര. അദ്ദേഹം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും മരണപ്പെട്ടു. ഈ പിള്ളേരെ കൊണ്ട് വലിയ ശല്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ വന്ന് പറഞ്ഞു, എടാ, നിന്നെയൊക്കെ ഈ സ്റ്റേജിൽ കയറ്റുന്നതും നിന്നെയൊക്കെ ഈ നാടകം കാണാൻ ഈ കോമ്പൗണ്ടിൽ കിടത്തുന്നതും വരെ തെറ്റാണ്. നല്ല അടി തരും കേട്ടോ എന്ന് പറഞ്ഞു. ചിരിച്ചു. അന്ന് ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. പക്ഷെ ആ സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു രവീന്ദ്രൻ മാസ്റ്റർ. ഒരു തവണ സ്റ്റേജിൻ്റെ അലങ്കാരവും കർട്ടനും സെറ്റിങ്സും എല്ലാം കഴിഞ്ഞ് നാടകം തുടങ്ങാറായപ്പോൾ ഓല മറച്ച പിന്നണിയിലൂടെ അകത്ത് കയറി ചന്ദ്രേട്ടനോട് പറഞ്ഞു, ചന്ദ്രേട്ട, ഞാൻ ഈ സ്റ്റേജിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നോട്ടെ. അദ്ദേഹം ഓടി വന്നു. അവിടുത്തെ സ്റ്റേജിലൂടെ ഓടിയപ്പോൾ മൈക്കിലൊക്കെ സ്വരം കേൾക്കുന്നു. ദിവേട്ടൻ വന്ന് എൻ്റെ കാതിൽ പിടിച്ച് കിഴുക്കി, സംഗീതത്തെപ്പറ്റിയും നാടകത്തെപ്പറ്റിയും ഒന്നും അറിയാതെ നീ ഇതിനകത്ത് കയറി ഇത്രയും ബഹളമുണ്ടാക്കി, അത് പോരാഞ്ഞിട്ട് നിനക്ക് ഇതിൻ്റെ ഒരു മൂലയിലിരിക്കണം. നിനക്ക് അടി വേണോ? നീ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞത് അന്ന് അറിയില്ല. പക്ഷേ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴും അവതരണ ഗാനം പാടിയപ്പോഴും കുളത്തപ്പുഴ രവി എന്നാണ് പറയുകയുണ്ടായത്. 2-3 കൊല്ലം അദ്ദേഹത്തിൻ്റെ ആ നാഥം, അദ്ദേഹത്തിൻ്റെ ആ പാട്ട്, അവതരണ ഗാനം ഞാൻ കേട്ടിരുന്നു. അങ്ങനെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ അന്വേഷിക്കുകയാണ് ആ ആർട്സ് ക്ലബിൽ അതിൻ്റെ ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ തിരക്കിയപ്പോൾ വളരെ ചുരുങ്ങിയ 2-3 പേർ ഉണ്ട്. അവരെല്ലാം എറണാകുളത്തും ദൂര സ്ഥലങ്ങളിലാണ്. കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. പ്രമദവനവും 7 സ്വരങ്ങളും, ആ 7 സ്വരങ്ങൾ എന്നുള്ള പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. അതേപോലെ എനിക്ക് രവീന്ദ്രൻ മാഷിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സുഖമോ ദേവി എന്നുള്ള ആ പാട്ടാണ്. കാരണം ONV അത് എഴുതുമ്പോൾ സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, ആ 3 വരിയെ ഒരു പാട്ടായി മാറ്റാൻ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു സംഗീത സംവിധായകന് കഴിയുമോ എന്ന്.
സുഖമോ ദേവി. ആ പാട്ട് ഞാൻ പാടുന്നില്ല, പക്ഷേ അത് എത്ര തവണ കേട്ടാലും നമ്മുടെ മനസ്സിൽ നിന്നും ഒരൊറ്റ വരിയല്ലാതെ ഒരു രണ്ട് വാക്കുകൾ എത്ര സുന്ദരമായി അദ്ദേഹം അതിന് ഈണം നൽകിയിരിക്കുന്നു. സത്യത്തിൽ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടേണ്ട ഒരു വലിയ സംഗീതജ്ഞൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലും മോശമായി എനിക്ക് തോന്നിയിട്ടില്ല, ഒരു പാട്ട് പോലും. അത്ര ഗംഭീരമാണ്. അദ്ദേഹം കുറേ കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും നൂറുകണക്കിന് പാട്ടുകൾ മലയാളികൾക്ക് കിട്ടുമായിരുന്നു. അദ്ദേഹം കടന്നുപോയതുകൊണ്ട് അദ്ദേഹം ഭയങ്കരമാണ് എന്നൊന്നും പറയുകയല്ല. നമ്മൾ എത്രയോ സംഗീത സംവിധായകരുടെ പാട്ടുകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നു. അവരാരും മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് മനുഷ്യ മനസ്സിനെ ഉണർത്താനൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ ദേവരാജൻ മാഷിൻ്റെ സംഗീതം പോലെ എപ്പോഴും ഏതെല്ലാം രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വശ്യത, അതിൻ്റെ ചാരുത നമുക്ക് മറക്കാൻ കഴിയില്ല. അന്ന് എൻ്റെ ചെവിയിൽ പിടിച്ച സ്റ്റേജിൽ പിന്നണി പാടിയ, അവതരണഗാനം പാടിയ ആ വലിയ മനുഷ്യനെ കാലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഗീത സംവിധായകനായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടത് വടപളനിയിൽ വെച്ച് കാറിൽ പോകുന്നതാണ് കണ്ടത്. സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നതാണ് പരമാർത്ഥം. വെറുതെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു സത്യസന്ധമായ കാഴ്ചപ്പാടിലൂടെ പറയുമ്പോൾ ഒരു വലിയ സംഗീതജ്ഞൻ അദ്ദേഹം ഇവിടെ ജനിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും രാജ്യത്താണ് ജനിച്ചിരുന്നുവെങ്കിൽ ഒരു 10 ഓസ്കാർ കിട്ടിയേനെ എന്നാണ് എൻ്റെ ചിന്തയിൽ തെളിയുന്നത്. അത്രയും ഗംഭീരമായി ഓരോ രാഗങ്ങളുടെയും അർത്ഥതലങ്ങളും അതെങ്ങനെ സന്നിവേശിപ്പിക്കണം, എങ്ങനെ ഒരു ഗാനം ജനഹൃദയങ്ങളിൽ കൊണ്ടെത്തിക്കണം എന്ന് പഠിച്ച ഒരു സംഗീതജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒട്ടും മോശമല്ല. ഓരോ ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം വളരെ വലുതാണ്. ഇത്തരണത്തിൽ അന്ന് ചെവിയിൽ പിടിച്ച ആ വലിയ കലാകാരനെ ഇന്ന് ഓർക്കുമ്പോൾ 2 കുഞ്ഞു പ്രോജക്റ്റുമായിട്ട് ഓടി നടക്കുകയാണ്. അതിലേതെങ്കിലും ഒരു പ്രോജക്റ്റ് രവീന്ദ്രൻ മാഷിനെ കൊണ്ട് സംഗീതം ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നടന്നില്ലെങ്കിലും ആ വലിയ പ്രതിഭയ്ക്ക് മുന്നിൽ, ആ വലിയ പ്രതിഭയുടെ അനശ്വരമായ പാട്ടുകൾ കാലാനുവർത്തിയായി നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ 5-6 ഗാനങ്ങൾ കേട്ടിട്ടാണ്. താരകേ മിഴിതളിൽ കണ്ണീരുമായി, അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ട്യൂണും ആ ഭാവവും എങ്ങനെ വന്നു എന്ന് എനിക്കിന്നും അറിയില്ല. ശശികുമാർ സാറിൻ്റെ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അത് സംഗീതം ചെയ്യുന്നതും. യേശുദാസ് എന്ന മഹാനായ ഗായകനാണ് അദ്ദേഹത്തെ സംഗീത രംഗത്തേക്ക് കൊണ്ടുവരുന്നതും. കാലം എത്ര കഴിഞ്ഞു, ഇനിയും തളിർക്കും, ഇനിയും പൂക്കും, ഇനിയും ഒരുപാട് പൂക്കാലം വരും. എന്നാലും രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതലയം, അതിൻ്റെ താളം, അതിൻ്റെ മനോഹാരിത
അതിൻ്റെ വശ്യത എല്ലാം തുടരാൻ ഇനിയും ഒരുപാട് സംഗീത സംവിധായകർ ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിവക്ഷ, എൻ്റെ കാഴ്ചപ്പാടാണ്. അന്ന് ഇവൻ വലിയൊരു ശല്യക്കാരനാണല്ലോ എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞു പോകുന്നൊരു എത്രയോ ഡയറികൾ, അതിലെല്ലാം ഓരോരുത്തർ സംസാരിച്ചതും പറഞ്ഞതുമായിട്ടുള്ളതെല്ലാം ചെറുപ്പകാലം തൊട്ടേ ഞാൻ നോട്ട് ചെയ്തിടുമായിരുന്നു. ഒരു തയ്യാറെടുപ്പോടുകൂടി വേണം എന്തും നമ്മൾ പറയാൻ. പക്ഷെ ആ വലിയ കലാകാരൻ, മലയാളം കണ്ട ഏറ്റവും വലിയ അനശ്വരനായ ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.